ഓൾ വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഒരേ തരത്തിലുള്ള ഇംഗ്ലീഷ് സെന്റൻസുകൾ നമുക്ക് സിമ്പിളായി പഠിക്കാം. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ള സെന്റൻസുകളാണ്. മാത്രമല്ല നമുക്ക് വളരെ സിമ്പിളായി തന്നെ ഇത്തരത്തിലുള്ള സെന്റൻസുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കാനും കഴിയും. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളായ സെന്റൻസുകളാണ്. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഞാൻ അവിടെ പോകും, അല്ലെ? അതൊരു രീതിയാണ്, ഞാൻ അവിടെ പോകും. പല രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവിടെ പോകും വരാനിരിക്കുന്ന കാര്യമാണ് ഐ വിൽ ഗോ ദർ. ഐ വിൽ ഗോ ദർ, ഞാൻ അവിടെ പോകും. പിന്നെ നമുക്ക് ഇതുപോലെ സെന്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ വെർബും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റുകൾ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പല രീതിയിലും സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ്, ഞാൻ അവിടെ പോയി അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇത് രണ്ടും പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മലയാളത്തിൽ ഒരുപോലെ തോന്നുമെങ്കിലും ഇംഗ്ലീഷിൽ ഇത് രണ്ട് രീതിയിലാണ് പറയേണ്ടത്. അപ്പൊ ഞാൻ അവിടെ പോയി എന്ന് പറയുമ്പം ഐ വെന്റ് ദർ എന്ന് പറയും. കഴിഞ്ഞ കാര്യമാണ്, ഞാൻ അവിടെ പോയി, ഐ വെന്റ് ദർ. എന്നാൽ ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഗോൺ എന്നാണ് പറയേണ്ടത്. വ്യത്യാസം കണ്ടോ? ഐ ഹാവ് ഗോൺ, ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ പോകാറുണ്ട് എന്ന് നമ്മൾ ശീലമായി പറയുകയാണെങ്കിൽ ഞാൻ അവിടെ പോകാറുണ്ട്, ഐ യൂഷ്വലി ഗോ ദർ. ഐ യൂഷ്വലി ഗോ ദർ, ഞാൻ അവിടെ പോകാറുണ്ട്. ഇനി ഇങ്ങനെ പറയുകയാണെങ്കിലോ, എനിക്കവിടെ പോകാൻ കഴിയില്ല, എനിക്കവിടെ പോകാൻ കഴിയില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. ഐ കനോട്ട് ഗോ ദർ എന്നാണ് പറയേണ്ടത്. അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഐ കാൺ ഗോ ദർ. ഐ കാൺ ഗോ ദർ, എനിക്കവിടെ പോകാൻ കഴിയില്ല. ഓക്കെ, ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. കഴിയില്ല എന്ന് പറയുന്നതും കഴിഞ്ഞില്ല എന്ന് പറയുന്നതും മലയാളത്തില് നമുക്ക് ഏകദേശം ഒരേ രീതിയിലാണ് തോന്നുന്നതെങ്കിലും ഇംഗ്ലീഷിൽ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോ ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത്. സോ നമ്മൾ എങ്ങനെ പറയും? ഞങ്ങൾക്ക് എന്നാണ് വി കുഡിന്റ് അല്ലെങ്കിൽ വി കുഡ് നോട്ട് ഗോ ദർ. വി കുഡ് നോട്ട് ഗോ ദർ, അതിനെ ഷോർട്ടാക്കി പറയുമ്പോൾ വി couldn't go there, ഞങ്ങൾക്ക് അവിടെ പോകാൻ കഴിഞ്ഞില്ല. ഇനി നെക്സ്റ്റ് പറയുന്നത്, നമുക്കവിടെ പോകണം, അല്ലെ? നമുക്ക് അവിടെ പോകണം, കാര്യം തീരുമാനിക്കുകയാണ്, നമുക്കവിടെ പോകണം. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും. വി മസ്റ്റ് ഗോ ദർ എന്ന് പറയാം, വി ഷുഡ് ഗോ ദർ എന്നും പറയാനായിട്ട് പറ്റും. വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണെങ്കിൽ വി മസ്റ്റ് ഗോ ദർ, നമുക്ക് അവിടെ പോകണം. ഇനി വി ഷുഡ് ഗോ ദർ, ചുമ്മാ നമ്മൾ പറയുകയാണെങ്കിൽ വി ഷുഡ് ഗോ ദർ, നമുക്ക് അവിടെ പോകണം. ഓക്കെ, നെക്സ്റ്റ് ഒരു ആഗ്രഹം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആവശ്യം പറയുന്ന രീതിയിൽ നമ്മൾ പറയുകയാണ്, എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ഗോ ദർ. ഐ വാണ്ടഡ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നീ അവിടെ പോകേണ്ടതായിരുന്നു, അല്ലെ? ഇത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നീ അവിടെ പോകേണ്ടതായിരുന്നു. നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ്, യു ഷുഡ് ഹാവ് ഗോൺ ദർ. യു ഷുഡ് ഹാവ് ഗോൺ ദർ. ഷുഡ് ഹാവും കുഡ് ഹാവും വുഡ് ഹാവ് ഒക്കെ വരുന്ന സമയത്ത് വെർബ് V3 ഫോമിലായിരിക്കണം. ഗോയുടെ V3 ആണ് ഗോൺ എന്ന് പറയുന്നത്. യു ഷുഡ് ഹാവ് ഗോൺ ദർ, നീ അവിടെ പോകേണ്ടതായിരുന്നു. ഓക്കെ, ഇനി അവൾ അവിടെ പോകാറുണ്ടായിരുന്നു, അല്ലേ? മുമ്പത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അവൾ അവിടെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ശീലാണ് നമുക്ക് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. മുമ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ആ പതിവില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്ത് പറയാം. അവൾ അവിടെ പോകാറുണ്ടായിരുന്നു എന്നാണ്. ഷീ യൂസ്ഡ് ടു ഗോ ദർ. ഷീ യൂസ്ഡ് ടു ഗോ ദർ, അവൾ അവിടെ പോകാറുണ്ടായിരുന്നു. ഇനി നമുക്കവിടെ പോകാം എന്ന് പറയാറുണ്ടല്ലോ, സിമ്പിൾ ആണ്. നമുക്കവിടെ പോകാം, ലെറ്റ്സ് ഗോ ദർ. ലെറ്റ്സ് ഗോ ദർ. ഓക്കെ, ഞാൻ അവിടെ പോകാറില്ല, അങ്ങനെ ഒരു പതിവില്ല, ഞാൻ അവിടെ പോകാറില്ല. ഐ ഡോണ്ട് യൂഷ്വലി ഗോ ദർ, അങ്ങനെ ഒരു പതിവില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് അവിടെ യൂഷ്വലി എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഡോണ്ട് യൂഷ്വലി ഗോ ദർ, ഞാൻ അവിടെ പോകാറില്ല. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ഐ ഡോണ്ട് ഗോ ദർ എന്ന് വേണമെങ്കിലും പറയാം. യൂഷ്വലി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. എനിക്കവിടെ പോകേണ്ട ആവശ്യമുണ്ട്,
അല്ലേ? നമ്മൾ ആവശ്യം അത്യാവശ്യം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ നീഡ് ടു യൂസ് ചെയ്തിട്ടാണ് സെന്റൻസ് പറയാറ്. എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു ഗോ ദർ. എന്ത് സിമ്പിൾ ആണല്ലേ? ഐ നീഡ് ടു ഗോ ദർ. ഒരൊറ്റ വെർബാണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പോവുക എന്നുള്ള വെർബാണ്. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എത്രത്തോളം സെന്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് അല്ലെ? ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് സെന്റൻസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പഠിക്കുന്ന മെത്തേഡൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ഐ നീഡ് ടു ഗോ ദർ. നിങ്ങൾ അവിടെ പോകേണ്ടി വരും. നിങ്ങൾ അവിടെ പോകേണ്ടി വരും. നമ്മൾ പഠിച്ചതാണല്ലേ? പോകേണ്ടി വരും, ചെയ്യേണ്ടി വരും, കഴിക്കേണ്ടി വരും എന്നൊക്കെ വരാനിരിക്കുന്ന ആ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? യു വിൽ ഹാവ് ടു ഗോ ദർ. യു വിൽ ഹാവ് ടു ഗോ ദർ. നിങ്ങൾ അവിടെ പോകേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ്, നീ അവിടെ പോയോ? ക്വസ്റ്റ്യൻ ആണ്. നീ അവിടെ പോയോ? സിമ്പിൾ ആണ്. ഡിഡ് യു ഗോ ദർ? അല്ലേ? ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കാനല്ല, നമ്മളെ സബ്ജക്റ്റ് രണ്ടാമത് വരും, നമ്മുടെ ഓക്സിലറി ഫസ്റ്റിൽ വരും. അപ്പൊ ഏത് ഓക്സിലറിയാണ് നമുക്ക് വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഏത് കാലമാണ് എന്നും നോക്കിയിട്ടാണ് അല്ലെ? നീ അവിടെ പോയോ? കഴിഞ്ഞു പോയൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഡിഡ് യു ഗോ ദർ? ഓക്കെ, നിങ്ങൾ അവിടെ പോകുമോ എന്ന് ചോദിക്കുമ്പോഴോ നിങ്ങൾ അവിടെ പോകുമോ, വരാനിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, വിൽ യു ഗോ ദർ? വിൽ യു ഗോ ദർ? നിങ്ങൾ അവിടെ പോകുമോ? അവൾ അവിടെ പോയില്ലേ? അവൾ അവിടെ പോയില്ലേ? ഇതും കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അവൾ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ സെയിം ഓക്സിലറി ആണ് യൂസ് ചെയ്യേണ്ടത്. അവൾ അവിടെ പോയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഡിഡിന്റ് ഷീ ഗോ ദർ? ഡിഡിന്റ് ഷീ ഗോ ദർ? അവൾ അവിടെ പോയില്ലേ? നെക്സ്റ്റ്, നമ്മൾ അവിടെ പോകേണ്ടി വരുമോ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ അവിടെ പോകേണ്ടി വരും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്, കൺഫ്യൂഷൻ വരരുത്. നമ്മൾ അവിടെ പോകേണ്ടി വരുമോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെയാ ചോദിക്കുക? നമ്മൾ അവിടെ പോകേണ്ടി വരുമോ? ഇതും വരാനിരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റിൽ നമുക്ക് എന്ത് വേണം? ഓക്സിലറി വേണം. ഏത് ഓക്സിലറിയാ? വിൽ. ഈ വില്ലിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം. നമ്മളാണ് സബ്ജക്റ്റ്. വിൽ വി ഹാവ് ടു ഗോ ദർ? വളരെ സിമ്പിൾ ആണ് അല്ലെ? വിൽ വി ഹാവ് ടു ഗോ ദർ? വിൽ വി ഹാവ് ടു ഗോ ദർ? നമ്മൾ അവിടെ പോകേണ്ടി വരുമോ? അപ്പോ വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് ഡെയിലി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെന്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ യൂസ്ഫുൾ ആണ്, എന്നാൽ വളരെ സിമ്പിൾ ആണ് അല്ലെ? അപ്പൊ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ തരാം. എനിക്ക് അവിടെ പോകേണ്ടി വന്നു എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. എനിക്ക് അവിടെ പോകേണ്ടി വന്നു, കഴിഞ്ഞു പോയൊരു കാര്യമാണ്, വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാ സെന്റൻസുകളുടെയും ഒരു വേറൊരു രൂപം അല്ലെ? എനിക്കവിടെ പോകേണ്ടി വന്നു, എനിക്കത് ചെയ്യേണ്ടി വന്നു, എനിക്ക് അവനോട് സംസാരിക്കേണ്ടി വന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കവിടെ പോകേണ്ടി വന്നു എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.